സംസ്ഥാനത്ത് ജീവനെടുത്ത വാഹനാപകടങ്ങൾ. തൃശൂർ വടക്കാഞ്ചേരിയിൽ KSRTC ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് 4 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. മുള്ളൂർക്കര സ്വദേശിനി നൂറ ഫാത്തിമയാണ് മരിച്ചത്. കണ്ണൂർ മട്ടന്നൂരിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 2 മരണം. ഉള്ളിക്കൽ സ്വദേശികളായ ബീന, ലിജോ എന്നിവരാണ് മരിച്ചത്. കർണാടകയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ കോഴിക്കോട് അപകടത്തിൽപ്പെട്ട് 4 പേർക്ക് പരിക്കേറ്റു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. എറണാകുളം പറവൂരിലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വാഹന അപകടത്തിൽ വിവരങ്ങളുമായി നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം നമുക്ക് തൃശൂരിലെ വാഹന അപകടവുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് പോകാം. തൃശൂരിൽ നിന്ന് ആനന്ദ് പുത്തൂർ ചേരുന്നുണ്ട്. ആനന്ദ്, തൃശൂർ വടക്കാഞ്ചേരിയിൽ KSRTC ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ചാണ് 4 വയസ്സുകാരിക്ക് ജീവൻ നഷ്ടമായത്. മുള്ളൂർക്കര സ്വദേശിനി നൂറ ഫാത്തിമയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങൾ. ഇന്ന് രാവിലെ പുലർച്ചെ 1 മണിയോട് കൂടിയായിരുന്നു ഈ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടാവുന്നത്. ഈ കുട്ടി നൂറ ഫാത്തിമ, 4 വയസ്സുള്ള നൂറ ഫാത്തിമയ്ക്ക് ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കാണിച്ചതോടെ ഈ കുട്ടിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു ഈ വീട്ടുകാർ. അതായത് ഒരു പെട്ടി ഓട്ടോറിക്ഷയിലാണ് അദ്ദേഹം ജീവനക്കാരനാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ പെട്ടി ഓട്ടോയിൽ ഈ നൂറ ഫാത്തിമയും അവളുടെ അച്ഛനും അമ്മയും കൂടി സഞ്ചരിക്കുമ്പോഴാണ് അത്തരത്തിൽ KSRTC ബസ് തൃശൂർ മുള്ളൂർക്കര ഭാഗത്ത് വെച്ചുകൊണ്ട് അപകടത്തിൽപ്പെടുന്നത്. ഈ കുട്ടി തത്സമയം തന്നെ മരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അമ്മയ്ക്ക് പരിക്കുണ്ട്, അച്ഛന് പരിക്കുണ്ട്. ഈ പരിക്കേറ്റ 2 പേരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഈ അമ്മ 4 മാസം ഗർഭിണിയാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അമ്മയുടെ കൈക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട്, അച്ഛനും കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് അറിയാൻ പറയുന്നത്. എന്തായാലും വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ വാഹനാപകടങ്ങൾ. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം അടിക്കടിയുള്ള വാഹനാപകടങ്ങൾ നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ മാസമാണ് അത്തരത്തിൽ ഈ നാട്ടികയിൽ ഈ ലോറി പാഞ്ഞു കയറിക്കൊണ്ട് 4 ആളുകൾ മരിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ജാഗ്രത കൈവിടാതെ തന്നെ റോഡിലെ നിയമങ്ങൾ കുറച്ചുകൂടി കാര്യക്ഷമമാക്കുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ മോട്ടോർ വാഹന വകുപ്പും ബന്ധപ്പെട്ട അധികൃതരും ഈ ഒരു പട്രോളിംഗ് അടക്കമുള്ള സംവിധാനങ്ങൾ ശക്തമാക്കണമെന്ന് തന്നെയാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. ശരി ആനന്ദ്, നേരെ നമ്മൾ ഇനി എറണാകുളത്തേക്ക് പോവുകയാണ്. എറണാകുളം പറവൂരിലും വാഹന അപകടത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുകയാണ്. സ്വകാര്യ ബസ് മരത്തിലിടിച്ചാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായത്. ബസ് ഡ്രൈവറെ പുറത്തെടുക്കുന്നതിനായി ബസ് വെട്ടിപ്പൊളിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. അവിടെ നിന്നും സുധീഷ്, കൂടുതൽ വിവരങ്ങൾ. രോഹിണി, ഇന്ന് പുലർച്ചെ 6 മണിയോടെയാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത്. ഗുരുവായൂരിൽ നിന്നും എറണാകുളം വൈറ്റിലയിലേക്ക് വന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഈ ബസ്സിൻ്റെ സ്റ്റിയറിംഗ് തകരാറിലായതിനെ തുടർന്ന് വാഹനം തിരിക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ട് മരത്തിലിടിക്കുകയായിരുന്നു. 20-ലധികം യാത്രക്കാർക്ക് പരിക്കുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആരുടെയും പരിക്ക് സാരമല്ല. ഡ്രൈവറെ ബസ്സിൻ്റെ മുൻഭാഗം വലിയ രീതിയിൽ തകർന്നത് കാരണം ഡ്രൈവറെ പുറത്തെടുക്കുന്നതിന് അഗ്നിശമന സേനയുടെയും മറ്റും സഹായം തേടേണ്ടി വന്നിരുന്നു. വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തെന്നാൽ അദ്ദേഹത്തിനും കാലിന് മാത്രമാണ് പരിക്കുള്ളത്. പരിക്കേറ്റവരെല്ലാം സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോളർ എന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ഇതിന് ഫിറ്റ്നസ് സംവിധാനങ്ങൾ ഇല്ലായിരുന്നു എന്നതാണ് ആരോപണം. നാട്ടുകാരും മറ്റും ഉന്നയിക്കുന്നു. തേഞ്ഞ ടയറുകളായിരുന്നു, അതിൻ്റെ നട്ട് ബോൾട്ടുകൾ ഇളകിപ്പോയതാണ് സ്റ്റിയറിംഗ് തിരിയുന്നതിന് തടസ്സം സൃഷ്ടിച്ചതെന്നും പറയുന്നു. എന്തുതന്നെയായാലും ഇത്തരം ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾ സർവീസ് നടത്തുന്നു എന്ന ആക്ഷേപം ശക്തമായിരിക്കുകയാണ്. ഇതിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ച ഉണ്ടാകുന്നു എന്നുള്ള ആക്ഷേപവും നാട്ടുകാർ ഉന്നയിക്കുന്നുണ്ട്. രോഹിണി. ശരി, സുധീഷ് ഗോപാലാണ് എറണാകുളത്തെ അപകടം സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിലേക്ക് പോവുകയാണ്. കണ്ണൂർ മട്ടന്നൂരിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 2 മരണം. ഉളിക്കൽ സ്വദേശികളായ ബീന, ലിജോ എന്നിവരാണ് മരിച്ചത്. മിഥുൻ പിള്ള ചേരുന്നുണ്ട്. മിഥുൻ, രാവിലെ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തപ്പോൾ മരണം സ്ഥിരീകരിച്ചിരുന്നില്ല. ഇപ്പോൾ 2 മരണം ഈ അപകടത്തിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾ. രോഹിണി, ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ മട്ടന്നൂർ ഉളിയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്വകാര്യ ബസ്സും കാറും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചത്. ഇരട്ടി ഉളിക്കൽ സ്വദേശികളായ ബീന, ലിജോ എന്നിവരാണ് ഈ ഒരു അപകടത്തിൽ മരിച്ചത്. അപകടത്തിൽ പരിക്കേറ്റ മറ്റ് 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ് എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. കർണാടക രജിസ്ട്രേഷനുള്ള കാറാണ് ഇരിട്ടിയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സുമായി കൂട്ടിയിടിച്ചത്. ഇടിയിൽ കാറ് പൂർണ്ണമായും തകരുകയായിരുന്നു. ഈ തകർന്ന കാറിനുള്ളിൽ നിന്ന് കാറ് വെട്ടിപ്പൊളിച്ചാണ് ഈ പരിക്കേറ്റ ആളുകളെയൊക്കെ തന്നെ പുറത്തെടുത്തത്. തുടർന്ന് ഉടൻ തന്നെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അതിൽ 2 പേർ മരണപ്പെടുകയായിരുന്നു. ഇതിൽ മറ്റ് പരിക്കേറ്റ 2 പേരെ ഇപ്പോഴും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുകയാണ്. അവർ അപകടനില തരണം ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതിലും ഇന്ന് രാവിലെ വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് കണ്ണൂരിൽ ഉണ്ടായിരിക്കുന്നത്. രോഹിണി.
ശരി മിഥുൻ, കണ്ണൂർ മട്ടന്നൂരിൽ ബസ്സും കാറും കൂട്ടിയിടിച്ച് 2 മരണം, 2 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. കോഴിക്കോട്ടും വാഹനാപകടമുണ്ടായി. കർണാടകയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാറാണ് കോഴിക്കോട് അപകടത്തിൽപ്പെട്ടത്. 4 പേർക്ക് ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, പറയൂ. രോഹിണി, കോഴിക്കോട് ജില്ലയിൽ 2 അപകടങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചത്. ഒന്ന് കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ ലോറി മറിഞ്ഞ് ഡ്രൈവർക്ക് നിസാര പരിക്കേറ്റിട്ടുണ്ട്. തലശ്ശേരി രജിസ്ട്രേഷനിലുള്ള ലോറിയാണ് മറിഞ്ഞത്. അതിൽ കാര്യമായിട്ടൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് ശബരിമല തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്ന അയ്യപ്പ ഭക്തന്മാർ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. കാർ നിയന്ത്രണം വിട്ടിടിക്കുകയായിരുന്നു എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് 4 ഭക്തന്മാരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ നില കുഴപ്പമില്ല എന്നൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവരെ നിരീക്ഷണത്തിൽ കഴിയുകയാണ് എന്നൊരു വിവരം തന്നെയാണ് ആശുപത്രി അധികൃതരുമായി സംസാരിച്ചപ്പോൾ നമുക്ക് നിലവിൽ ലഭ്യമായിട്ടുള്ളത്. 4 പേരാണ് ആശുപത്രിയിലുള്ളത്. 2:30 മുക്കത്തിനടുത്താണ് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടായത്. അതായത് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണം എന്നൊരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ പോലീസ് അടക്കമുള്ള അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. രോഹിണി. ശരി, ദിസ്ന സുരേഷാണ് കോഴിക്കോട് നിന്നുള്ള അപകടം സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. എന്തായാലും സംസ്ഥാനത്തെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിവിധ വാഹന അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 3 ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത്.